മല്ലു സിംഗ് എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് മലയാളി യൂത്ത് ഓഡിയൻസിന്റെ ഇടയിൽ വലിയൊരു ഓളം ഉണ്ടാക്കിയത്. എന്നാൽ പിന്നീട് അത് നിലനിർത്താൻ ഉണ്ണി മൂന്നിനെ കൊണ്ട് സാധിക്കാതെ വരുന്നു. തുടർ പരാജയങ്ങളിൽപ്പെട്ട ഒരു സമയത്ത് സിനിമാ കരിയർ പോലും ഉപേക്ഷിച്ചാലോ എന്ന് ഉണ്ണിമൂന്നൻ കരുതിയ നിമിഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് റിലീസായ മാർക്കോ എന്ന സിനിമയിലൂടെ ഒരുപക്ഷെ ഉണ്ണിമൂന്നിന്റെ കരിയർ തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറിയേക്കും. എന്നാൽ ഉണ്ണിമൂന്ന് നേടിയെടുത്ത ഈ നേട്ടങ്ങളെല്ലാം ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് അദ്ദേഹം നേടിയെടുത്തത്. അങ്ങനെയുള്ള ഉണ്ണിമൂന്നിന്റെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിമൂന്നിന്റെ സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ഇന്ന് റിലീസായ മാർക്കോ എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്തു. 2011 ഉണ്ണിമൂന്നിന്റെ കരിയർ ആരംഭിക്കുന്നത്. 3 സിനിമകളാണ് ഉണ്ണിമൂന്നൻ ആ വർഷം ചെയ്തത്. ഇവയിൽ ആദ്യം റിലീസായ സിനിമയായിരുന്നു സീതൻ എന്ന ഈ സിനിമ നന്ദനം എന്ന മലയാളം സിനിമയുടെ റീമേക്ക് ആയിരുന്നു. ശരിക്കും ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമ്മുടെ മലയാളം സിനിമയിൽ നായക വേഷത്തിലെത്തുന്നത് പൃഥ്വിരാജാണ്. ഈ പൃഥ്വിരാജിന്റെ വേഷമായിരുന്നു അവിടെ ഉണ്ണിമൂന്നൻ ചെയ്തത്. എന്നാൽ നായക വേഷം ശരിക്കും പറഞ്ഞാൽ ഉണ്ണിമൂന്നനല്ല ലഭിച്ചത്. അവിടെ ധനുഷ് ആയിരുന്നു സിനിമയിൽ നായകൻ. ഇവിടെ കൃഷ്ണന്റെ വേഷം ചെയ്ത അതേ കഥാപാത്രത്തിന്റെ തമിഴ് വേർഷനായിരുന്നു അവിടെ ധനുഷ് ചെയ്തത്. അവിടെ ധനുഷിന്റെ കഥാപാത്രത്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. അവിടെ ബാലാമണിയായി വന്നത് മലയാളി നടിയായിരുന്ന അനന്യയായിരുന്നു. എന്തായാലും ഈ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായാണ് മാറിയത്. ഉണ്ണിമൂന്നൻ ചെയ്ത കരിയറിലെ ആദ്യ സിനിമ ബോക്സ് ഓഫീസ് പരാജയമായാണ് മാറിയത്. പിന്നീട് 2011 റിലീസായ അടുത്ത സിനിമയായിരുന്നു ബോംബെ മാർച്ച് 12. ബാബു ജനാർദ്ദനൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ഉണ്ണിമൂന്നൻ, റോമ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബോംബെ മാർച്ച് 12 എന്ന സിനിമയിൽ ആ കാലത്ത്, അതായത് കരിയറിന്റെ തുടക്കകാലത്ത് തന്നെ മമ്മൂട്ടിക്കൊപ്പം ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് ഇന്നും ഉണ്ണിമൂന്നന് കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു നേട്ടമാണ്. ഈ സിനിമ 1993 നടന്ന ബോംബെ ബോംബ് ബ്ലാസ്റ്റിനെ ബേസ് ചെയ്ത് വന്ന ഒരു സിനിമയായിരുന്നു. സമകാലിക പ്രസക്തി ഉണ്ടായിരുന്ന ഈ സിനിമയിലെ പാട്ടുകളെല്ലാം വലിയ ഹിറ്റായിരുന്നു. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വലിയ പരാജയമായാണ് മാറിയത്. പിന്നീട് റിലീസായ സിനിമയായിരുന്നു ബാങ്കോക്ക് സമ്മർ. പ്രമോദ് പാപ്പൻ എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത് ഉണ്ണിമൂന്നൻ, രാഹുൽ മാധവ്, റിച്ച പാനൈ തുടങ്ങിയവരായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആ സമയത്ത് യൂത്ത് ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കിയെടുത്ത സിനിമയായിരുന്നു ഇതെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ സിനിമ പരാജയമായി മാറി. ബാങ്കോക്ക് സമ്മർ എന്ന സിനിമ ഒരു വൻ ഹിറ്റായി മാറിയിട്ടെങ്കിലും ഉണ്ണിമൂന്നന്റെ കഥാപാത്രം ചെറുതായി ആളുകൾ നോട്ടീസ് ചെയ്തിരുന്നു. പിന്നീട് 2012 കുറച്ച് സിനിമകൾ ഉണ്ണിമൂന്നന്റേതായി വന്നു. ഇവയിൽ ആദ്യ സിനിമ TK രാജീവ്കുമാർ സംവിധാനം ചെയ്ത തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയായിരുന്നു. തത്സമയം എന്നൊരു പെൺകുട്ടി എന്ന സിനിമ ഒരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമ ആയിരുന്നെങ്കിൽ പോലും ഉണ്ണിമൂന്നനെ അന്നത്തെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു. തത്സമയം ഒരു പെൺകുട്ടി എന്ന ഈ സിനിമ ശരിക്കും മലയാള സിനിമയിലെ ഒരു സ്പൂഫ് സിനിമയായിരുന്നു. അതായത് ആ സമയത്ത് മലയാളത്തിലുണ്ടായിരുന്ന റിയാലിറ്റി ഷോകളുടെ എല്ലാം സ്പൂഫ് വെർഷൻ ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ബോക്സ് ഓഫീസിൽ പരാജയമായി മാറിയെങ്കിലും ഉണ്ണിമൂന്നന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തു. പിന്നീട് റിലീസായ സിനിമയായിരുന്നു മല്ലു സിംഗ്. ഈ സിനിമയിലെ ഉണ്ണിമൂന്നന്റെ കഥാപാത്രം ശ്രദ്ധ നേടിയെടുത്തതെന്നത് മാത്രമല്ല ഉണ്ണിമൂന്നന്റെ കരിയറിൽ ഒരു വലിയ ഹിറ്റായി മാറി. ശരിക്കും ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, മനോജ് കെ ജയൻ, സുരാജ് തുടങ്ങി വലിയൊരു താരനിര ഉണ്ടായിരുന്നെങ്കിൽ പോലും സിനിമയിലെ നായക കഥാപാത്രം ഉണ്ണിമൂന്നന്റേതായിരുന്നു. മല്ലു സിംഗ് എന്ന സിനിമ റിലീസായപ്പോൾ പലരും കരുതിയിരുന്നു എന്തിനാണ് ഒരു പുതുമുഖ താരത്തെ വെച്ച് ഇങ്ങനെ ഒരു വേഷം കൊടുത്തത്. ശരിക്കും പൃഥ്വിരാജ് ചെയ്യേണ്ട വേഷമായിരുന്നു അത്. എന്നിരുന്നാൽ പോലും ആ സിനിമയിലെ കഥാപാത്രം മറ്റൊരാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉണ്ണിമൂന്നൻ മികച്ചതാക്കി മാറ്റി. വൈശാഖിനെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ മികച്ച ഒരു ഡയറക്ടറായിരുന്നു ഈ സിനിമ ചെയ്തത്. വൈശാഖ് ഇതിനു മുന്നേ ചെയ്ത സിനിമകൾ പോക്കറ്റ് രാജയും സീനിയേഴ്സുമായിരുന്നു. ഈ 2 സിനിമകളും മൾട്ടി സ്റ്റാറുമാണ്. ഇതുകൂടാതെ ഈ സിനിമ വലിയ ഹിറ്റുകളുമായിരുന്നു. അങ്ങനെയുള്ള സംവിധായകൻ പുതുമുഖ നായകനെ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ടാവുമെങ്കിലും ധൈര്യപൂർവ്വം ഈ സിനിമ വൈശാഖ് ചെയ്തെടുത്തു. അതിനുള്ള റിസൾട്ട് സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. മല്ലു സിംഗ് എന്ന ഒറ്റ സിനിമയുടെ വിജയം കൊണ്ട് ഉണ്ണിമൂന്നനുണ്ടായ വളർച്ച ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. എന്നാൽ അതിനേക്കാൾ അത്ഭുതപ്പെടുന്നതായിരുന്നു പിന്നീടുണ്ടായിരുന്ന ഉണ്ണിമൂന്നന്റെ സിനിമകൾ തുടർച്ചയായി പരാജയമായി മാറിയത്. അതായത് വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമയിലൂടെ ഉണ്ണിമൂന്നന്റെ കരിയർ മറ്റൊരു രീതിയിലേക്ക് മാറും എന്ന് അന്ന് ആരാധകർ കരുതിയിരുന്നു. എന്നാൽ പിന്നീട് ഉണ്ണിമൂന്നനെ കൊണ്ട് വമ്പൻ ഹിറ്റുകൾ തരാൻ കഴിയാതെ ആയതോടെ
പിന്നീട് വീണ്ടും ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കരിയർ ഒതുങ്ങിപ്പോകും. മല്ലു സിംഗ് പോലെ ഒരു വമ്പൻ മാസ് സിനിമ വിജയമാക്കിയ ശേഷം പിന്നീട് ആ വർഷം ഉണ്ണിമുകുന്ദൻ മാസ് സിനിമ ചെയ്തതേയില്ല. പിന്നീട് 2012 ഏഴാം സൂര്യൻ എന്നൊരു സിനിമയിലും ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചിരുന്നു. മല്ലു സിംഗ് എന്ന സിനിമ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ പുതിയൊരു രീതിയിലുള്ള ഉയർച്ച ഉണ്ടായെങ്കിലും ഏഴാം സൂര്യൻ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. പിന്നീട് തീവ്രം എന്ന സിനിമയിൽ ഒരു ക്യാമിയോ റോളിനും ഇതേ ഉണ്ണിമുകുന്ദൻ വന്നു. ദുൽഖർ സൽമാൻ നായകനായ ഈ സിനിമയിൽ ഉണ്ണിമുകുന്ദൻ ചെയ്ത ക്യാമിയോ റോൾ ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. എന്നിരുന്നാലും പിന്നീട് വന്ന സിനിമകളെല്ലാം പരാജയമായാണ് മാറിയത്. ദ ഹിറ്റ് ലിസ്റ്റ് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി. ഈ സിനിമയിൽ ശരിക്കും ബാലയായിരുന്നു നായകനായിട്ടുണ്ടായിരുന്നത്. ബാല സംവിധാനം ചെയ്ത ഈ സിനിമയിലും ഉണ്ണിമുകുന്ദൻ ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു. എന്നാൽ ഈ സിനിമയിലെ ഉണ്ണിമുകുന്ദന്റെ കഥാപാത്രം അത്ര പ്രാധാന്യമുള്ളതായിരുന്നില്ല. പിന്നീട് റിലീസായ ഉണ്ണിമുകുന്ദൻ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പായി മാറി. ഐ ലവ് മീ എന്ന സിനിമ ബി ഉണ്ണികൃഷ്ണനായിരുന്നു സംവിധാനം ചെയ്തത്. ആസിഫ് അലി, ഉണ്ണിമുകുന്ദൻ, അനുപ് മേനോൻ, നിഷ തൽവാർ തുടങ്ങി ഒരു താരനിരയും ഈ സിനിമയിലുണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. ഏഴാം സൂര്യൻ, തീവ്രം, ഹിറ്റ് ലിസ്റ്റ്, ഐ ലവ് മീ ഈ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയങ്ങളായി മാറിയതോടെ വീണ്ടും ഉണ്ണിമുകുന്ദന്റെ കരിയർ ആദ്യം മുതൽ അദ്ദേഹം റീസ്റ്റാർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിരുന്നു. പിന്നീട് 2013 ഇറങ്ങിയ മിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഇവയിൽ ആദ്യ സിനിമ ഇതു പാതിരാമണൽ എന്ന സിനിമയായിരുന്നു. എം പത്മകുമാർ സംവിധാനം ചെയ്ത് ജയസൂര്യ, ഉണ്ണിമുകുന്ദൻ, രമ്യ നമ്പീശൻ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. പിന്നീട് റിലീസായ സിനിമയായിരുന്നു ഒറീസ. എം പത്മകുമാർ തന്നെ സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ, നെടുമുടി വേണു തുടങ്ങിയവരായിരുന്നു ഇതിന്റെ പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായാണ് മാറിയത്. പിന്നീട് 2013 റിലീസായ അടുത്ത സിനിമയായിരുന്നു ഡി കമ്പനി. ഈ സിനിമയുടെ ഗ്യാങ്സ് ഓഫ് വടക്കുന്നാഥൻ എന്ന സെഗ്മെന്റിലെ ശരത് എന്ന കഥാപാത്രമായിരുന്നു ഉണ്ണിമുകുന്ദൻ ചെയ്തത്. ആ വടക്കുന്നാഥൻ എന്ന സെഗ്മെന്റിൽ ശരിക്കും ഉണ്ണിമുകുന്ദന്റെ മികച്ച ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കഥാപാത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. പിന്നീട് 2014 3 സിനിമകളിൽ ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചു. ഇവയിലെ ആദ്യ സിനിമ ദ ലാസ്റ്റ് സപ്പർ എന്ന സിനിമയായിരുന്നു. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായാണ് മാറിയത്. പിന്നീട് റിലീസായ അടുത്ത സിനിമയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തൊരു കഥാപാത്രമായിരുന്നു. അതായിരുന്നു വിക്രമാദിത്യൻ എന്ന സിനിമ. ലാൽ ജോസ് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, ഉണ്ണിമുകുന്ദൻ, നമിത പ്രമോദ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന് ഇന്നും യൂത്ത് ഓഡിയൻസിന് വലിയൊരു ഇൻസ്പിറേഷൻ നൽകിയ സിനിമയായിരുന്നു ഇതേ വിക്രമാദിത്യൻ. ശരിക്കും വിക്രമാദിത്യൻ എന്ന സിനിമയിൽ ദുൽഖർ സൽമാനാണ് നായകനെങ്കിൽ പോലും ഉണ്ണിമുകുന്ദന്റെ ആ മസിലളിൻ എന്ന കഥാപാത്രത്തിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട്. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നിന്റെ ഒപ്പം എത്താനുള്ള ഓട്ടം ഞാൻ ആരംഭിക്കാൻ പോകും. ശരിക്കും അതൊരു വില്ലൻ കഥാപാത്രമല്ല, എന്നാൽ പലയിടത്തും അദ്ദേഹത്തിന്റെ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സിനിമ ബോക്സ് ഓഫീസിലും വൻ വിജയമായി മാറി. പിന്നീട് റിലീസായ സിനിമ രാജാതി രാജ എന്ന സിനിമയായിരുന്നു. അജയ് വാസുദേവ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി വന്ന ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളിലാണ് ഉണ്ണിമുകുന്ദൻ വരുന്നത്. ഒരു പാട്ട് സീൻ മാത്രമേ ഉള്ളൂ എങ്കിലും ഉണ്ണിമുകുന്ദനെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് ആ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് റിലീസായത് 2015 3 സിനിമകളാണ്. ഇവയിൽ ആദ്യ സിനിമ ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി വന്ന ഫയർമാൻ എന്ന സിനിമയായിരുന്നു. ഈ സിനിമയിൽ അത്ര വലിയ കഥാപാത്രമല്ല ഉണ്ണിമുകുന്ദൻ ചെയ്തതെങ്കിലും മികച്ചൊരു കഥാപാത്രത്തെ ചെയ്യാൻ ഉണ്ണിമുകുന്ദനെ കൊണ്ട് സാധിച്ചു. പിന്നീട് 2015 വൻ ഹൈബർ റിലീസായ മറ്റൊരു സിനിമ റിലീസായി. ഇതായിരുന്നു സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടർ എന്ന സിനിമ. തമിഴ് സിനിമകൾ സംവിധാനം ചെയ്തിരുന്ന പേരരസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. 1990 റിലീസായ മലയാളത്തിലെ കൾട്ട് ക്ലാസിക് ഫാൻ ബേസ് ഉള്ള സാമ്രാജ്യം എന്ന സിനിമയുടെ ഒരു സീക്വൽ ആയിരുന്നു ഈ സിനിമ. സാമ്രാജ്യം എന്ന സിനിമയിലെ അലക്സാണ്ടർ എന്ന കഥാപാത്രത്തിന്റെ മകന്റെ കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞത്. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായാണ് മാറിയത്. ശരിക്കും സാമ്രാജ്യം 2 എന്ന സിനിമ ഒരു വൻ ഹൈപ്പിലാണ് റിലീസായത്. ഒരുപക്ഷെ ഒരു മികച്ച രീതിയിൽ ഒരു നല്ല മേക്കിങ്ങിൽ നല്ലൊരു സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മല്ലു സിംഗ് പോലെ ഒരു വമ്പൻ ഹിറ്റ് വീണ്ടും ഉണ്ണിമുകുന്ദന് വന്നു ചേർന്നു. പിന്നീട് റിലീസായ സിനിമയായിരുന്നു KL10. മുഷിൻ പരാരി സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ, ചാന്ദിനി, സൈജു കുറുപ്പ് തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. എന്നാൽ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. പിന്നീട് 2016 3 സിനിമകൾ റിലീസായി. ഇവയിൽ ആദ്യ സിനിമ സ്റ്റൈൽ എന്ന സിനിമയായിരുന്നു. ബിനു സദാനന്ദൻ സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ, ടൊവിനോ തോമസ്, പ്രിയങ്ക കണ്ട്വാൾ, ഷൈൻ ടോപ്പ് ജാക്കോ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശരിക്കും ഈ സിനിമയിൽ ഉണ്ണിമുകുന്ദനേക്കാൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചത് ഈ സിനിമയിൽ ടൊവിനോ ചെയ്ത എഡ്ഗർ എന്ന വില്ലൻ കഥാപാത്രത്തെയായിരുന്നു. കാരണം അത്രത്തോളം മികച്ച ഒരു രീതിയിലായിരുന്നു ആയുധത്തിന്റെ മൂർച്ചയിലല്ല കാര്യം, ഈ സിനിമയിൽ എഡ്ഗർ എന്ന വില്ലൻ കഥാപാത്രത്തെ പ്രസന്റ് ചെയ്തത്. അത് ഉപയോഗിക്കുന്ന രീതിയിലാണ്. എന്നാലും ഈ സിനിമയിൽ ഉണ്ണിമുകുന്ദനും ടൊവിനോ തോമസും തമ്മിലുള്ള ഫൈറ്റ് സീൻ എല്ലാം മികച്ചതായിരുന്നു. നിനക്ക് എന്തുണ്ടായിട്ടുള്ള ഈ സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. പിന്നീട് റിലീസായത് ജനതാ ഗ്യാരേജ് എന്ന സിനിമയായിരുന്നു. കൊരട്ടാല സിനിമ സംവിധാനം ചെയ്ത് മോഹൻലാൽ, ജൂനിയർ ഇന്ത്യ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള വില്ലൻ കഥാപാത്രത്തെയാണ് ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ചത്. ഈ സിനിമയിൽ ലാലേട്ടന്റെ മകന്റെ വേഷത്തിലായിരുന്നു ഉണ്ണിമുകുന്ദൻ വന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിലെ വലിയൊരു വിജയമായാണ് മാറിയത്. പിന്നീട് 2016 റിലീസായ അടുത്ത സിനിമയായിരുന്നു സാജൻ കെ മാത്യു സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ, സനുഷ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ഒരു മുറൈ വന്ന് പാർത്തായ. ഈ സിനിമയിൽ പ്രയാഗ മാറിന് ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്.
മലയാള സിനിമയിലെ മികച്ച ഒരു ഹൊറർ കോമഡി സിനിമയായിരുന്നു ഈ സിനിമ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റാക്കാൻ ഉണ്ണിമൂന്നനെ കൊണ്ട് അന്ന് സാധിച്ചു. പിന്നീട് 2017 5 സിനിമകൾ റിലീസായി. ഇവയിൽ ആദ്യ സിനിമ അച്ചായൻസ് എന്ന സിനിമയായിരുന്നു. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത് ജയറാം, പ്രകാശ് രാജ്, ഉണ്ണിമൂന്നൻ, അമല പോൾ, അനുസിത്താര, ശിവദ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. അച്ചായൻസ് എന്ന ഈ സിനിമ ശരിക്കും ഒരു ജയറാമിന്റെ സിനിമയാണ്. എന്നാൽ പോലും ഈ സിനിമയിലും ഉണ്ണിമൂന്നൻ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രഭ ആ സിനിമയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ടോണി അച്ചായന്മാരുടെ അടി കാണിച്ചു കൊടുക്കണം. ഈ സിനിമയിൽ ഒരുപാട് മികച്ച കോമഡി സീനുകളെല്ലാം വർക്കൗട്ട് ആക്കാൻ ഉണ്ണിമൂന്നനെ കൊണ്ട് സാധിച്ചു. പിന്നീട് 2017 റിലീസായ അടുത്ത സിനിമയായിരുന്നു അവരുടെ രാവുകൾ. ആസിഫ് അലി, ഉണ്ണിമൂന്നൻ, വിനയ് ഫോർട്ട് തുടങ്ങി ഒരുപാട് യുവതാരങ്ങൾ അണിനിരത്തിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായാണ് മാറിയത്. പിന്നീട് റിലീസായ 2017 അടുത്ത സിനിമയായിരുന്നു ക്ലിന്റ്. ഹരികുമാർ സംവിധാനം ചെയ്ത് റീമ കല്ലുങ്കൽ, ഉണ്ണിമൂന്നൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പായി മാറി. പിന്നീട് തരംഗം എന്നൊരു സിനിമയിലും ഒരു ക്യാമിയോ അപ്പിയറൻസ് ഇതേ ഉണ്ണിമൂന്നൻ നടത്തി. സ്റ്റൈൽ എന്ന സിനിമയിൽ ഉണ്ണിമൂന്നന്റെ വില്ലനായിട്ട് ടോവിനോയെ കണ്ടു. എന്നാൽ ഈ തരംഗം എന്ന സിനിമയിൽ ടോവിനോയും ഉണ്ണിമൂന്നൻ ചേർന്ന് വീണ്ടും ഒരു ഫൈറ്റ് ഉണ്ട്. ഈ സിനിമയിൽ ഉണ്ണിമൂന്നനാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറിനെ കാണിക്കുന്നത്. പിന്നീട് റിലീസായ സിനിമയായിരുന്നു മാസ്റ്റർ പീസ്. അജയ് വാസുദേവ് മമ്മൂക്ക കോംബോയിൽ വന്ന ആദ്യ സിനിമയായ രാജാതിരാജയിലും ഉണ്ണിമൂന്നൻ ഒരു ക്യാമിയോ റോൾ ചെയ്തപ്പോൾ ഈ സിനിമയിൽ ഉണ്ണിമൂന്നൻ ചെയ്തത് പ്രധാന വില്ലൻ വേഷമായിരുന്നു. അത് മികച്ച രീതിയിലാക്കാൻ ഉണ്ണിമൂന്നനെ കൊണ്ട് സാധിക്കുകയും ചെയ്തു. മാസ്റ്റർ പീസ് എന്ന സിനിമയിൽ തുടക്കം മുതൽ നമുക്ക് ഉണ്ണിമൂന്നനെ ഒരു പോസിറ്റീവായ ആളായിട്ടാണ് കാണുന്നത്. എന്നാൽ സിനിമയുടെ ക്ലൈമാക്സിൽ മാത്രമാണ് അദ്ദേഹം വില്ലനായിട്ട് കാണിക്കുന്നത്. ആ വില്ലൻ റോൾ ഒരു മികച്ചതായിട്ടാണ് ഉണ്ണിമൂന്നൻ ചെയ്തിരിക്കുന്നത്. ഉദയകൃഷ്ണ കഥ എഴുതിയ ഈ സിനിമയിൽ വരലക്ഷ്മി, ശരത് കുമാർ, മഖ്മൂൽ, സൽമാൻ, ഗോകുൽ സുരേഷ് തുടങ്ങി വലിയൊരു താരനിരയും ഉണ്ടായിരുന്നു. റിയൽ ഫൈറ്റേഴ്സിൽ തൊട്ടാ റോയൽ വാരിസ് തീർന്നു വിചാരിച്ചാൽ മതി. അന്നത്തെ യുവതാരങ്ങളെ പലരെയും അണിനിരത്തിയ ഈ സിനിമയിൽ മികച്ചൊരു വേഷമായിരുന്നു ഉണ്ണിമൂന്നൻ ചെയ്തത്. 2018 പിന്നീട് ഒരുപിടി സിനിമകൾ റിലീസായി. ഇവയിൽ ആദ്യ സിനിമ ഇര എന്ന സിനിമയായിരുന്നു. ഉണ്ണിമൂന്നൻ, ഗോകുൽ സുരേഷ് തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയിൽ മികച്ചൊരു കഥാപാത്രമായിരുന്നു ഉണ്ണിമൂന്നൻ ചെയ്തത്. ശരിക്കും ഈ സിനിമ അർഹിച്ചൊരു വിജയം നേടിയെടുക്കാൻ അന്ന് സഹായിക്കാത്ത സിനിമയായിരുന്നു. പിന്നീട് 2018 റിലീസായ അടുത്ത സിനിമയായിരുന്നു വാഗമതി. അനുഷ്ക ഷെട്ടി, ഉണ്ണിമൂന്നൻ, ജയറാം തുടങ്ങിയവർ അഭിനയിച്ച ഒരു തെലുങ്ക് സിനിമയായിരുന്നു ഈ സിനിമ. ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമായി മാറിയില്ലെങ്കിലും ഉണ്ണിമൂന്നൻ അനുഷ്ക ഷെട്ടിയോടൊപ്പം മികച്ചൊരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്തത്. വാഗമതി എന്ന സിനിമയിലൊക്കെ ശരിക്കും അനുഷ്കയോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു മികച്ച റോള് തന്നെ ഉണ്ണിമൂന്നൻ ലഭിച്ചു. പിന്നീട് 2018 ചാണക്യതന്ത്രം എന്നൊരു സിനിമ റിലീസായി. ആക്ച്വലി ഈ ചാണക്യതന്ത്രം എന്ന സിനിമ ഒരു മികച്ച സിനിമയാണ്. ഒരുപക്ഷെ ആ സമയത്ത് നല്ലൊരു റിലീസ് കിട്ടിയിരുന്നെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ മാറാൻ ചാൻസ് ഉണ്ടായിരുന്നു. പിന്നീട് 2019 4 സിനിമകൾ റിലീസായി. ഇവയിൽ ആദ്യ സിനിമ മിഖായൽ എന്ന സിനിമയാണ്. അതായത് ഇന്ന് റിലീസായ മാർക്കോ എന്ന സിനിമയുടെ ആദ്യ സിനിമ. ഹനീഫ് അദേനി തന്നെ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി സിനിമയിൽ വില്ലൻ വേഷമായിരുന്നു ഉണ്ണിമൂന്നൻ ചെയ്തത്. എന്നാൽ ഈ സിനിമയിൽ നായകന് മേലെ നിൽക്കുന്ന വില്ലൻ വേഷമായിരുന്നു ഉണ്ണിമൂന്നൻ ലഭിച്ചതും ഉണ്ണിമൂന്നൻ അത് മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. വാ തുറന്നാൽ തീട്ട കോമഡി മാത്രം പറയുന്ന എന്നൊക്കെ ഇന്ന് കളിയാക്കപ്പെടുന്നുണ്ടെങ്കിൽ വയറ്റിലുള്ള തീട്ടത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണേ. ഒരു ദിവസം തൂറ്റൽ പിടിച്ചാൽ തീർന്നു. മികച്ചൊരു വേഷമാണ് ഉണ്ണിമൂന്നൻ ഈ സിനിമ ചെയ്തത്. അതായത് ഉണ്ണിമൂന്നന്റെ കരിയറിൽ തന്നെ ഇത്രയും മികച്ച ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രത്തെ ഉണ്ണിമൂന്നൻ അവതരിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായാണ് അന്ന് മാറിയത്. മിഖായൽ എന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് ശരിക്കും ഉണ്ണിമൂന്നൻ 2 സിനിമകളിൽ ക്യാമിയോ റോളുകളാണ് ചെയ്തത്. അവയിൽ ആദ്യ സിനിമ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന ജയറാം സിനിമയായിരുന്നു. അനീഷ് അൻവർ സംവിധാനം ചെയ്ത് സുരഭി, സന്തോഷ്, ബാബുരാജ്, ദിവ്യ പിള്ള തുടങ്ങി ഒരു താരനിര അണിനിരുന്ന ഈ സിനിമയിൽ ഒരു ചെറിയ ക്യാമിയോ റോളായിരുന്നു ഉണ്ണിമൂന്നൻ ചെയ്തത്. സാം ക്രിസ്റ്റി എന്ന റോള് ഈ സിനിമയിലെ ഒരു ക്രൂഷ്യൽ റോളായിരുന്നു. പിന്നീട് 18ാം പടി എന്ന സിനിമയിൽ അജിത് കുമാർ IAS എന്നൊരു ക്യാമിയോ റോളും ഇതേ ഉണ്ണിമൂന്നൻ ചെയ്തിരുന്നു. ഈ 18ാം പടി എന്ന സിനിമ സംവിധാനം ചെയ്തത് ശങ്കർ രാമകൃഷ്ണൻ ആയിരുന്നു. ഒരു കൂട്ടം യുവാക്കളുടെ കഥ പറഞ്ഞ ഈ സിനിമയിൽ മമ്മൂക്കയും പൃഥ്വിരാജും ഇതേപോലെ തന്നെ ക്യാമിയോ വേഷങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് 2019 റിലീസായ മറ്റൊരു സിനിമയായിരുന്നു മാമാങ്കം. മാമാങ്കത്തിന് പോവുകയാണ് ഞാൻ, അനുഗ്രഹിച്ചയക്കണം പെറ്റൊരമ്മേ. ചന്ദ്രോത്ത് പണിക്കർ എന്ന ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറായിരുന്നു ഈ സിനിമയിൽ ഉണ്ണിമൂന്നൻ ചെയ്തത്. മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അതുവരെ ഉണ്ടായിരുന്ന മമ്മൂക്ക സിനിമകളിൽ ഏറ്റവും ഉയർന്ന ഹൈപ്പ് കിട്ടിയ സിനിമ കൂടിയായിരുന്നു. മാമാങ്കം എന്ന സിനിമ ഒരു മമ്മൂക്ക സിനിമയായിട്ടാണ് അന്ന് പ്രൊമോഷൻ വർക്ക് നടത്തിയത്. ശരിക്കും എന്നാൽ ഈ സിനിമയിൽ ഒരു ഹീറോ റോൾ കിട്ടിയത് ഉണ്ണിമൂന്നൻ തന്നെയാണ്. എന്തായാലും ഈ സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ആയാണ് മാറിയത്. പിന്നീട് 2020 ഉണ്ണിമൂന്നന്റേതായി സിനിമകളൊന്നും തന്നെ വന്നില്ല. അതിനുശേഷം 2021 OTT റിലീസായ ഭ്രമമായിരുന്നു ഉണ്ണിമൂന്നൻ പ്രധാന കഥാപാത്രമായി എത്തിയ മറ്റൊരു ചിത്രം. പൃഥ്വിരാജ് നായകനായി എത്തി ഉണ്ണിമൂന്നൻ, മമത മോഹൻദാസ്, റാഷിഖന തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. പിന്നീട് മേപ്പടിയാൻ എന്ന ഉണ്ണിമൂന്നൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയും തിയേറ്റർ റിലീസായി.
മേപ്പടിയൻ എന്ന സിനിമയ്ക്ക് ഉണ്ണിമൂന്തൻ ഒരു വമ്പൻ പ്രമോഷൻ ഒക്കെ നടത്തിയിരുന്നു. ശരിക്കും അതിന്റെ റിസൾട്ട് സിനിമയ്ക്ക് കിട്ടിയോ എന്നത് ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ പോലും നല്ല ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു ഉണ്ണിമൂന്തന്റെ മേപ്പടിയൻ. ഈ സിനിമയിലെ ജയകൃഷ്ണൻ എന്ന നിഷ്കളങ്ക കഥാപാത്രത്തെ ഉണ്ണിമൂന്തൻ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ ആവിഷ്കരിച്ചു. പിന്നീട് ബ്രോഡാഡി എന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു ചെറിയ ക്യാമിയോ റോളിലും ഉണ്ണിമൂന്തൻ വന്നു. അതിനുശേഷം പിന്നീട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ 12th മാൻ എന്ന OTT റിലീസായ സിനിമയിൽ സക്കറിയ എന്നൊരു ക്രൂഷ്യലായ കഥാപാത്രത്തെയും ഇതേപോലെ തന്നെ ഉണ്ണിമൂന്തൻ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് രവി തേജ നായകനായ തെലുങ്ക് സിനിമയായ കില്ലാടി എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ഇതേപോലെ തന്നെ ഉണ്ണിമൂന്തൻ ചെയ്തു. ആ സിനിമയിലും ഒരു നിഷ്കളങ്കനായ യുവാവിന്റെ കഥാപാത്രമായിരുന്നു ഉണ്ണിമൂന്തൻ ചെയ്തത്. രമേശ് വർമ്മ സംവിധാനം ചെയ്ത് രവി തേജ, അർജുൻ സർജ, മീനാക്ഷി ചൗധരി, ഡിംപിൾ തുടങ്ങി വലിയൊരു താരനിര ഉണ്ടായിരുന്ന ഈ സിനിമയിൽ ഉണ്ണിമൂന്തൻ അത്ര വലിയ പ്രാധാന്യമുള്ള വേഷമല്ലെങ്കിലും സിനിമയിൽ ഒരു നല്ല റോൾ തന്നെ ചെയ്തു. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വലിയ പരാജയമായിരുന്നു. പിന്നീട് 2022 തന്നെ റിലീസായ പ്യാലി എന്ന സിനിമയിൽ ഒരു ക്യാമിയോ റോളും ഉണ്ണിമൂന്തൻ ചെയ്തു. കലാകാരനറിയില്ല ചെയ്ത സൃഷ്ടിതൻ വില പറയാൻ. 2022 റിലീസായ ഉണ്ണിമൂന്തന്റെ മറ്റൊരു സിനിമയായിരുന്നു യശോദ. സാമന്ത, ഭാരലക്ഷ്മി, ശരത് കുമാർ, ഉണ്ണിമൂന്തൻ എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിൽ ഒരു ഡോക്ടർ വേഷത്തിലായിരുന്നു ഉണ്ണിമൂന്തൻ വന്നത്. യശോദ എന്ന സിനിമയിൽ ആക്ച്വലി ഉണ്ണിമൂന്തൻ ചെയ്തത് ജനതാ ഗാരേജിലൊക്കെ ചെയ്തതുപോലെയുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറായിരുന്നു. എന്തായാലും ആ വർഷത്തെ വലിയ ഹിറ്റുകളൊന്നും വാങ്ങാൻ സാധിച്ചില്ലെങ്കിലും ഉണ്ണിമൂന്തന്റെ കഥാപാത്രം ഏറെ അന്ന് ശ്രദ്ധ നേടിയെടുത്തൊരു കഥാപാത്രം തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് ഉണ്ണിമൂന്തന്റെ റിലീസായ സിനിമയായിരുന്നു ഷെഫീഖിന്റെ സന്തോഷം. അനൂപ് പന്തളം സംവിധാനം ചെയ്ത് ഉണ്ണിമൂന്തൻ, ദിവ്യ പിള്ളെ, ബാല തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഡിസാസ്റ്റർ ആയാണ് മാറിയത്. പിന്നീട് മാളികപ്പുറം റിലീസായി. അതായത് ഉണ്ണിമൂന്തന്റെ കാരിയറിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറിയ സിനിമ. ശരിക്കും ഉണ്ണിമൂന്തന്റെ കാരിയറിൽ മല്ലു സിംഗ് കഴിഞ്ഞാൽ ഒരു വമ്പൻ ഹിറ്റ് ഉള്ളത് മാളികപ്പുറം തന്നെയാണ്. രണ്ട് കുട്ടികൾക്ക് ശബരിമലയിൽ പോകാനുള്ള ആഗ്രഹം സഫലീകരിക്കാനായി സാക്ഷാൽ അയ്യപ്പനെ പോലെ ഒരു രക്ഷകനായി ഉണ്ണിമൂന്തൻ എന്ന സിനിമയായിരുന്നു ഈ സിനിമ. മാളികപ്പുറം എന്ന സിനിമയിൽ കറക്റ്റ് ഒരു അയ്യപ്പന്റെ ആ ഒരു ലുക്കിൽ തന്നെയാണ് ഉണ്ണിമൂന്തൻ വരുന്നത്. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് അഭിലാഷ് പിള്ള തിരക്കഥ എഴുതിയ സിനിമയിൽ ഉണ്ണിമൂന്തൻ, ദേവനന്ദ, ശ്രീപദ് തുടങ്ങിയവരായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ശരിക്കും മാളികപ്പുറം സിനിമയിലെ ചില സീനുകളൊക്കെ കണ്ടാൽ സാക്ഷാൽ അയ്യപ്പനെ കണ്ടൊരു പ്രതീതി നമുക്ക് തോന്നിയിരുന്നു. ഈ സിനിമയുടെ നറേഷൻ ചെയ്തത് മമ്മൂക്കയായിരുന്നു. ഈ സിനിമയിലെ ഗാനങ്ങളും BGM വർക്കുകളും ആ കാട്ടിലെ ഫൈറ്റും എല്ലാം പ്രേക്ഷകരെ കൂടുതൽ ഉണ്ണിമൂന്തനിലേക്ക് അടുപ്പിക്കുന്ന ഘടകമായി മാറി. മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ഒരു വമ്പൻ റീച്ച് ആയിരുന്നു ശരിക്കും കേരളത്തിന് പുറത്തൊക്കെ ലഭിച്ചത്. ശരിക്കും ആ ഒരു റീച്ച് തുടക്കത്തിലെ ഒരു വമ്പൻ പ്രമോഷൻ ഒക്കെ നടത്തിയിരുന്നെങ്കിൽ വലിയൊരു ഹിറ്റായി മാറി. പിന്നീട് 2023 കാതികൻ എന്നൊരു സിനിമ റിലീസായെങ്കിലും ഈ സിനിമ അത്ര ശ്രദ്ധ നേടിയില്ല. പിന്നീട് 2024 അതായത് ഈ വർഷം തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു ജയ് ഗണേഷ്. ശരിക്കും ജയ് ഗണേഷ് എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഹീറോ എലമെന്റ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സിനിമയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം സിനിമ ഒരു പരാജയത്തിലേക്ക് നീങ്ങി. ഉണ്ണിമൂന്തനും മഹിമ നമ്പീരും പ്രധാന കഥാപാത്രമായി എത്തിയ ഈ സിനിമ സംവിധാനം ചെയ്തത് രഞ്ജിത് ശങ്കർ ആയിരുന്നു. 2024 റിലീസായ ഉണ്ണിമൂന്തന്റെ മറ്റൊരു സിനിമയായിരുന്നു ഗരുഡൻ. ആക്ച്വലി ഇതൊരു ഉണ്ണിമൂന്തൻ ചിത്രമല്ല. ഇതിൽ നായകൻ ശരിക്കും സൂര്യയാണ്. സൂര്യ, ശിവകുമാർ, ഉണ്ണിമൂന്തൻ എന്നീ 3 പേരെ പ്രധാന കഥാപാത്രങ്ങളാക്കി RS സുരേഷ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇതേ ഗരുഡൻ. അതായത് നമ്മുടെ കാക്കിസട്ട, എതിർനീച്ചലൊക്കെ ചെയ്ത അതേ സംവിധായകന്റെ സിനിമ. ശരിക്കും ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറായിരുന്നു ഉണ്ണിമൂന്തൻ ചെയ്തത്. ഈ സിനിമയിൽ മലയാള നടിയായ ശിവതയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങ് തമിഴിൽ പോയി ഒരു കിടിലൻ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറുള്ള ഒരു വില്ലനിസം കാണിക്കാനും ഈ സിനിമയിൽ ഉണ്ണിമൂന്തനെ കണ്ടായി. എന്തായാലും ഈ സിനിമയിൽ സൂര്യയായിരുന്നു നായകനായി വന്നതെങ്കിൽ പോലും നായകനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതേ ലെവലിൽ തന്നെയുള്ള ഒരു കിടു വില്ലൻ റോൾ ചെയ്യാനും ഉണ്ണിമൂന്തനെ കൊണ്ട് സാധിച്ചു. എന്തായാലും ഉണ്ണിമൂന്തൻ തമിഴിൽ ചെയ്ത ഏറ്റവും മികച്ച വേഷം ഇത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് ഇന്ന് റിലീസായ മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അത് നിങ്ങൾ തന്നെ പറയുക. മാർക്കോ ഒരു ഹീറോ എന്ന നിലയിൽ പാൻ ഇന്ത്യൻ ക്ലെയിം കിട്ടാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും. ഓൾറെഡി നമ്മൾ മികായൽ എന്ന സിനിമയിൽ ഉണ്ണിമൂന്നന്റെ കൊടൂര വില്ലനിസം കണ്ടു കഴിഞ്ഞു. ആ ഒരു വില്ലനിസത്തിന്റെ പീക്കായിരിക്കും ഇന്നിറങ്ങിയ മാർക്കോ എന്ന സിനിമയിലുള്ളത്. ആക്ച്വലി മല്ലു സിംഗ് എന്ന സിനിമയിലൂടെ തനിക്ക് കിട്ടിയ സ്റ്റാർഡം നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ ഉണ്ണിമൂന്തനെ കൊണ്ട് ആ സമയത്ത് സാധിക്കാഞ്ഞതാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം സിനിമകളും പിന്നീട് പരാജയങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്ന കാരണം. വ്യക്തമായ രീതിയിലുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള തീരുമാനങ്ങളോ എടുക്കാൻ ഉണ്ണിമൂന്തനെ കൊണ്ട് അന്ന് സാധിച്ചില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം ഇന്ന് ഉണ്ണിമൂന്തൻ നല്ല രീതിയിൽ തന്നെ മാറിക്കഴിഞ്ഞു. ഇന്ന് വ്യക്തമായ രീതിയിൽ സ്ക്രിപ്റ്റ് സെലക്ഷനോട് കൂടിയാണ് ഉണ്ണിമൂന്തൻ ഓരോ സിനിമകളിലും കമ്മിറ്റ് ആവുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ഓരോ ഉണ്ണിമൂന്തൻ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ പലതും പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ ആ കാലത്ത് നല്ല രീതിയിലുള്ള മാസ് കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യാൻ പോലും ഉണ്ണിമൂന്തൻ ശ്രദ്ധിച്ചിരുന്നില്ല.
വരുന്ന സ്ക്രിപ്റ്റുകൾ അതേപോലെ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ അത് താൻ ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ഉണ്ണിമൂന്നൻ സ്വീകരിച്ചത്. അതുകൊണ്ടായിരിക്കാം കരിയർ ഒരു പീക്കിൽ നിൽക്കുന്ന മല്ലു സിംഗ് പോലുള്ള വമ്പൻ വിജയങ്ങൾ കയ്യിലിരുന്ന സമയത്ത് പോലും ഉണ്ണിമൂന്നന് സിനിമയിൽ ഒരു മുൻനിര നായകനായി മാറാൻ സാധിക്കാഞ്ഞത്. ഉണ്ണിമൂന്നന്റെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.